നാട്, ഒരു തറവാട്, ആ തറവാടിനെ ചുറ്റി കുറച്ച് കുടുംബങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ തന്നെ കൃഷി ചെയ്തെടുക്കുന്നു. നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ എന്തൊരു ചെറിയ ആവശ്യത്തിന് പോലും കടകളെ മറ്റ് പുറത്തേക്ക് നമ്മൾ ആശ്രയിക്കുന്ന ഒരു ഘട്ടത്തിൽ, ഒരു സമയത്ത് ഒരു നാടൊന്നാകെ സ്വയം പര്യാപ്തത നേടുമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു അതിശയകരമാണ് പല ആളുകൾക്കും. ആഷിക്ക് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെ കൃഷിയാണ് അവിടെയുള്ള? അവരൊക്കെ എന്താ പറയുന്നത്? സേതു, വളരെ സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശത്തുകൂടെ കഥ പറയാൻ പറ്റിയതിൽ തന്നെ. കാരണം നമ്മൾ അവിചാരിതമായിട്ടാണ് ഈ ഒരു വാർത്ത കാണുന്നത്. തുറന്ന് അവിടേക്ക് എത്തിയ സമയത്ത് കണ്ട കാഴ്ചകൾ നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സേതു പറഞ്ഞ ആ വീട് തന്നെയാണ്, അല്ലെങ്കിൽ ആ തറവാടാണ് നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. പ്രത്യേക രൂപകൃതിയിൽ രൂപീകരിച്ച ആ തറവാട്, അതിനൊരു പ്രത്യേക ഒരു മുറ്റം, ആ നാട്ടുകാർ, പ്രധാനമായും ഒരുപാട് വയസ്സുള്ള ആളുകൾ, അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എല്ലാം വ്യത്യസ്തമാണ്. ആദ്യമായി പറയുന്നത് ഇവിടേക്ക് പോയ ഒരു യാത്രാനുഭവമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അവിടേക്ക് പോയ സമയത്ത് ഇത് വയനാട് പനമരത്താണ്. പനമരത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ അമ്മാനി എന്നൊരു സ്ഥലം കഴിഞ്ഞ് വാളമ്പാടിയിലെത്തും. ഈ വാളമ്പാടി എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് 2 കിലോമീറ്റർ വനമേഖലയിലൂടെ സഞ്ചരിച്ച് വേണം നമ്മൾ ഈ ഒരു സ്ഥലത്തെത്താൻ. യഥാർത്ഥത്തിൽ ഈ വനമേഖല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ 2 കിലോമീറ്റർ വനമേഖല കഴിഞ്ഞാണ് ഇത്രയധികം കുടുംബങ്ങൾ, ഈ നടുവിനൂറ്റൻ തറവാട്ടിൽ ഇത്രയധികം കുടുംബങ്ങൾ താമസിക്കുന്നത് പ്രധാനമാണ്. കാരണം അത് ഒരു പുറത്തു പോകാത്തതിന് പ്രധാനപ്പെട്ട കാരണം കൂടി ഈ വനമേഖലയാണ്. ഈ വനമേഖല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളവിടെ പോയ സമയത്ത് നമ്മളോട് പറഞ്ഞു ആനയുണ്ട്, മറ്റ് കടുവയും എല്ലാം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വരണമെന്ന് പറയുകയും നമുക്ക് ഭയമായതുകൊണ്ട് ആ തറവാട്ടിലെ വിജിത എന്ന് പറഞ്ഞൊരു സഹോദരിയെ വിളിച്ച് നമ്മൾ നടന്നു പോവുകയായിരുന്നു. ഈ വനത്തിലൂടെയുള്ള 2 കിലോമീറ്റർ യാത്രയിൽ അവർ ഓരോ സമയവും പറഞ്ഞു തന്നത് വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട കഥകളാണ്. കാരണം ഇന്നലെ ഞങ്ങൾ ആനയെ കണ്ട സ്ഥലം ഇതാണ്, ഇന്നലെ കടുവയെ കണ്ട സ്ഥലം ഇതാണ്, ഇവിടെയാണ് കടുവ ഞങ്ങൾ ഈ പശുക്കളെ ആക്രമിച്ചത്. ഇങ്ങനെ വലിയ രീതിയിൽ വന്യമൃഗ ശല്യം ഏറിയ ഒരു സ്ഥലത്തുകൂടെ 2 കിലോമീറ്ററോളം നടന്നാണ് ഈ തറവാട്ടിലേക്ക് എത്തുന്നത്. തുടർന്ന് തറവാട്ടിലേക്ക് എത്തുകയും തറവാട്ടിലേക്ക് കയറിയിരിക്കുന്ന സമയത്താണ് അവരുടെ ചുമരിൽ വലിയൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ ആ കുടുംബത്തിലെ ഏകദേശം ഒരു 100 ആളുകളുള്ള ഒരു ഫോട്ടോ ഉണ്ട്. അങ്ങനെ അവരോട് സംസാരിക്കുമ്പോഴാണ് ഈ തറവാടിൻ്റെ ഒരു അത്ഭുതം മനസ്സിലാകുന്നത്. കാരണം ഈ നാട് മൊത്തം ഈ തറവാടുമായി ബന്ധപ്പെട്ടവരാണ്. നടുവിനൂറ്റൻ തറവാട്ടിൽ ജനിച്ച് വളർന്ന ആളുകളാണ് ആ പ്രദേശത്ത് മുഴുവൻ താമസിക്കുന്നത്. അങ്ങനെ 23ഓളം കുടുംബങ്ങൾ, ഏകദേശം 107ഓളം പേർ നിലവിൽ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഇവർക്കാവശ്യമായ എല്ലാ ഭക്ഷ്യവസ്തുക്കളെല്ലാം, അത് അരിയാവട്ടെ, പച്ചക്കറികളാവട്ടെ, മറ്റ് കപ്പയോ എന്തുമാവട്ടെ, അതെല്ലാം അവർ സ്വയം കൃഷി ചെയ്യുകയാണ്. അതിന് ഏകദേശം ഒരു 11 ഏക്കറോളം ഭൂമി തന്നെ അവർക്ക് താഴത്തുണ്ട്. അത് വ്യത്യസ്തമായി ഈ 23 ഒരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ആഷിക. ഇപ്പോൾ എനിക്ക് ഈ വാർത്ത വായിച്ച എനിക്കും കണ്ട പ്രേക്ഷകർക്കും ഇത്രയും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടുള്ള ആഷിക്കിന് കാര്യം പറയുകയും വേണ്ട. അപ്പോൾ ശരി ആഷിഖ്, ശരി. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കണ്ട വിശേഷങ്ങൾ, അത് ഒരു നടുവിൽ മുറ്റം തറവാടും അതിൻ്റെ പരിസരത്തുള്ള 23 കുടുംബങ്ങളുടെ വിശേഷമാണ് കണ്ടത്.